നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യമാണോ? സത്യം വിറ്റാണോ അവർ ജീവിക്കുന്നത്? ചില വാർത്തകളെ വളച്ചും ഒടിച്ചും മുക്കിയുമല്ലേ നമ്മുടെ മുമ്പിൽ റിപ്പോർട്ടിംഗ് നടത്തുന്നത്. യാതൊരു വാർത്താ പ്രാധാന്യമില്ലാത്ത വാർത്തകളെ എക്സ്ക്ലൂസീവ് ആക്കാനും വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളെ നിസ്സാരവൽക്കരിക്കാനും അവർക്ക് സാധിക്കും. ഒരുവനെ ഉയർത്താനും ഒരുവനെ താഴ്ത്താനും ഇന്നുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം മാധ്യമ പ്രവർത്തനമാണ്. സാധാരണക്കാരൻ്റെ കണ്ണുനീരൊപ്പാനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുമ്പോഴും മാധ്യമ സ്ഥാപനങ്ങളിലെ അനീതിയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും സംസാരിക്കാൻ മടി കാണിക്കുകയാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നവരോടുള്ള കടപ്പാടിന്റെ പേരിൽ ചില വാർത്തകളെ വളച്ചും ഒടിച്ചും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാധ്യമധർമ്മത്തിന് എതിരല്ലേ? എപ്പോഴും ഓർക്കുക, നമ്മൾ കാണുന്ന വാർത്തകൾക്ക് ഒരു മറുവശമുണ്ട്. ഇനി ചില ചോദ്യങ്ങളാണ്. വയനാട്ടിൽ 16 വയസ്സുള്ള കുട്ടീനെ യേശുനാമം വിളിച്ച് അവഹേളിച്ച വാർത്ത എന്തിനാണ് നിങ്ങൾ മറച്ചുവെച്ചത്? കേരള കുംഭമേള വാർത്ത മലയാളികൾ അറിയരുതെന്ന് നിങ്ങൾ എന്തിനാണ് ശാഠ്യം പിടിച്ചത്? ചില രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും ഉന്നതരും മരിക്കുമ്പോൾ അവരുടെ മരണവാർത്ത 24/7 റിപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും ആ മരണവാർത്ത നിങ്ങൾ ആഘോഷിക്കുകയല്ലേ? ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ നൽകുമ്പോഴും കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഒറ്റപ്പെടലുകളെക്കുറിച്ചും പലപ്പോഴും തുറന്നു പറയാൻ നിങ്ങൾ മടി കാണിക്കുന്നത്? ചില മതസംഘടനകളുടെ ആഘോഷങ്ങളിലെ ചെറിയ അനക്കങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ വലിയ വാർത്തകളായി അവതരിപ്പിക്കുമ്പോൾ മറ്റു പല വാർത്തകളെയും നിങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോടതി വിധി കൽപ്പിക്കുന്നതിന് മുൻപേ ചില കേസുകളിൽ നിങ്ങൾ വിധി പ്രസ്താവനകൾ നടത്തുന്നത് എന്തിനാണ്? അവർ തന്നെ പ്രതികളാകണമെന്ന് വാശി പിടിക്കുന്നതും ആർക്കു വേണ്ടിയാണ്? നമുക്ക് മാധ്യമങ്ങൾ സത്യം പറയുന്ന ഒരു കാലം സ്വപ്നം കാണാം.